ഇമ്മച്ചുവർ ആണെന്നുള്ളതിൻ്റെ അടയാളങ്ങൾ. നമ്പർ 1, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹേർട്ട് ആയത് എന്നുള്ളത് നിങ്ങൾ അവരുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ അവരെപ്പോഴും ഡിഫെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അത്ര വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ ഡിഫെൻസീവായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്പർ 2 എന്ന് പറയുന്നത് അവരെപ്പോഴും കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് കുറ്റങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. ഇതിന് കംപ്ലയിൻറ്റ്, അതിന് കംപ്ലയിൻറ്റ്. നമ്മൾ ഓർക്കും ഇവർക്ക് നല്ലത് പറയാൻ അറിഞ്ഞുകൂടെ, കംപ്ലയിൻറ്റ്സ് മാത്രം പറയാനാണോ അറിയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരവസ്ഥ. നമ്പർ 3 എന്ന് പറയണത് ഇവർ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നിൽക്കത്തില്ല. അത് തന്നെ ഓക്കെ ആയിക്കോളും. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതിൽ ഇത്ര ചെറിയ കേസിന് നീ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കല്ലേ, അത് തന്നെ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞ് ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അവിടെ ഇട്ടിട്ട് അവർ മുമ്പോട്ട് പോകും, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ. നമ്പർ 4 എന്ന് പറയുന്നത് അപ്പോളജി, അതായത് സോറി പറയുക, മാപ്പ് പറയുക എന്നുള്ളത് ഇവരുടെ ഡിക്ഷണറിയിലേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കത് പറയാൻ താല്പര്യമില്ല. കാരണം ഇവർക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും. ഞാൻ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ